CPM-ന്റെ ആളുകൾ തന്നെ, തർക്കമൊന്നുമില്ല. പക്ഷേ CPM-ന്റെ ആളുകളാണ് എന്നുകൊണ്ട് പ്രീ പ്ലാൻഡ് ആണെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ നിർദ്ദേശിച്ചാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം പോലീസിന് നടപടിയാണ്. ഇപ്പോൾ നിയമം അനുസരിച്ചുള്ള 307 ഉൾപ്പെടെയുള്ള സെക്ഷനൊക്കെ ഇട്ട് കേസെടുത്തിട്ടുണ്ട്. വളരെ സത്യസന്ധമായിട്ട് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഓഫീസർമാരെല്ലാം വളരെ മാന്യമായി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു കാരണവശാലും ഇതിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. അന്നേക്ക് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അവർ സഹാക്കന്മാരാണ്. പ്രതികളായിട്ട് വന്ന 5 പേരും സഹാക്കന്മാരാണ്. ഇവിടുത്തെ CPM-ന്റെ ഗുണ്ടകളുമാണ്. പക്ഷേ പാർട്ടിയുടെ ഒരു തീരുമാനപ്രകാരം ഉണ്ടായ ഒരു സംഭവമല്ല ഇത്. ഈ 1-ാം പ്രതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ നിര്യാണം സംബന്ധിച്ച് ഷാജൻ കൊടുത്തൊരു വാർത്തയാണ് ഇളെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് അയാൾ പാറപ്പടക്കച്ചവടം കൊണ്ടുവന്ന് ഞാൻ കേട്ടത്. ഞാനിങ്ങനെ ആലോചിച്ച് ഇനി എങ്ങനെ ജീവിക്കും ഈ കേരളത്തിൽ? അതിലാണ് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നത്. ഷാജനെ പോലെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിലാണ് മഹത്വം ഇരിക്കുന്നത്. ഇതുപോലെ ഭീകരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നു? കൊല്ലാനുള്ള ശ്രമമായിരുന്നു. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതായത് കാർ ഓടിക്കുകയായിരുന്നു ഷാജൻ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആക്രമണം ഉണ്ടായേനെ. കാറിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇറങ്ങാൻ ഷാജൻ ശ്രമിച്ചില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ തലയ്ക്ക്, മൂക്കിന്, ചങ്കിന് എല്ലാം ഭീകരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ഒരു വാർത്ത കൊടുത്താൽ കൊല്ലും എന്ന് വന്നാൽ പിന്നെ ഒരു വാർത്ത നമ്മുടെ എല്ലാം മൂട് പൊതിഞ്ഞങ്ങ് പൊക്കോട്ടെ, എളുപ്പമുണ്ടല്ലോ. ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വ്യത്യാസം കാണില്ല എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നോക്കി ഇന്ന് കാണാം.